ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. യുഗാന്ത്യ സഭയെ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ ഉണർത്തുവാനായി സ്വർഗം സമ്മാനിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നന്ദി പറയാം. മറ്റെന്തിനേക്കാളും ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മാവിൻ്റെ സപ്തദാനങ്ങളാണ്. കാലഘട്ടത്തിൻ്റെ അഭിഷേക കൃപകൾ സ്വീകരിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കർത്താവിനെ പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ ഈ നാളുകളിൽ നമുക്ക് കൂടിയേ തീരൂ. മറ്റെന്തിനേക്കാളും ഉപരിയായി ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി നമ്മൾ ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കണം. അതിനായി പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. യുഗാന്ത്യ സഭയെ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ ഒരുക്കുന്നവൾ പരിശുദ്ധ അമ്മ തന്നെയാണ്. അവൾ സഭയുടെ സംരക്ഷകയാണ്. അവൾ സഭയുടെ നാഥയാണ്. അമ്മയോട് ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൗലോസ്ലിഹ റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 8 തിരുവചനം. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എത്ര ശ്രേഷ്ഠമായ വചനമാണിത്! നമ്മൾ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. നമ്മുടെ ജീവിതം അവിടുത്തോട് പൂർണ്ണമായും പ്രതിബദ്ധതയുള്ള ജീവിതമാണ്. ഈ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ? നമ്മൾ എത്ര കാലം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നതല്ല, ജീവിക്കുന്നത്രയും സമയം ഈ ജീവിതം ദൈവമഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്കുമായി പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ആത്മശോധന ചെയ്യണം. ഈ ശുശ്രൂഷയുടെ 11ാം ദിനത്തിലേക്ക് ആത്മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ കർത്താവിനുള്ളവരാണ്. ഈ ലോകത്തിനും പിശാചിനും ജഡീകമായ ദുരാശകൾക്കുമുള്ളവരല്ല. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒരാത്മീയ ദർശനത്തോടെ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിച്ച അവിശിഷ്ടമായ പ്രാർത്ഥന, ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ നമ്മൾ സമ്പന്നരാകുവാൻ നമ്മൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് തുറന്നു പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ
കന്യകാമറിയത്തിന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയാ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ സപ്തദാനങ്ങളുമായി എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ മേൽ സപ്തദാനങ്ങളുമായി പ്രത്യേകമായി ആലോചന എന്ന ദാനത്താൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ആമേൻ. പൗലോസ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാളുകളിൽ ലോകത്തിന്റെ പരിജ്ഞാനം മാത്രം നമ്മൾ സ്വന്തമാക്കിയാൽ പോരാ. ആത്മാവിന്റെ സപ്തദാനങ്ങളെ കുറിച്ച് യുഗാന്ത്യ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആത്മാവിന്റെ കൃപാദാനങ്ങളെ കുറിച്ച് ദൈവജനം അറിവുള്ളവരാകണമെന്ന് പൗലോസ്ലീഹ ആഗ്രഹിക്കുകയാണ്. ഈ ദിനങ്ങളിൽ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവിടുത്തെ സപ്തദാനങ്ങളെ കുറിച്ച്. ഒരു നിമിഷം പരിശുദ്ധാത്മ നിറവനായി ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ നമ്മളെല്ലാം മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ദാനങ്ങൾ നദി പോലെ ഒഴുകപ്പെടുവാൻ, സഭ മുഴുവന്റെ മേലും ഈ കൃപാദാനങ്ങൾ വർഷിക്കപ്പെടുവാൻ, നമ്മുടെ സമൂഹങ്ങൾ ആത്മാവിന്റെ ദാനങ്ങളാൽ സമ്പന്നമാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. അവിടുത്തെ സപ്തദാനങ്ങളുമായി ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന അന്ധകാര ശക്തികള്, തിന്മയുടെ ശക്തികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പൈശാചിക രൂപികൾ അവിടുത്തെ അഭിഷേക ശക്തിയാ, നിങ്ങളുടെ സാന്നിധ്യത്തിന് അനന്ത ശക്തിയാ ചിഹ്ന ഭിന്നമായി പോകട്ടെ. ആത്മാവേ ഞങ്ങളെ സന്ദർശിക്കണമേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. കൃപാദാനങ്ങൾ വർഷിക്കപ്പെടട്ടെ. കൃപാദാനങ്ങൾ വർഷിക്കപ്പെടട്ടെ. ഓരാത്മാവിലും ആലോചന എന്ന ദാനം നിറയട്ടെ. ആലോചനയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭ ഉണർത്തപ്പെടട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ, കരങ്ങൾ തുറന്നു പിടിച്ച് ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങൾക്കായി ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. Come Holy Spirit, come Holy Spirit. Amen, amen. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ വരണമേ. തിരുസഭയിലേക്ക് വരണമേ. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനം ഉണർന്ന് വേല ചെയ്യുവാൻ. കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ദൈവരാജ്യത്തിനായി ഉണർത്തപ്പെടുവാൻ പുസ്തനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ആത്മാവേ, ആത്മാവേ, സപ്തദാനങ്ങളുമായി മധ്യേ വരണമേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. Anointing of the Holy Spirit. അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് കൃപാദാനങ്ങൾ വർഷിക്കണമേ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആത്മാവിന്റെ വിശുദ്ധദാനങ്ങളുടെ അഭിഷേകം, ആലോചനയുടെ അഭിഷേകം, ആലോചനയുടെ അഭിഷേകം എല്ലാവരും നിറയട്ടെ. എല്ലാവരിലേക്ക് ഒഴുകട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒരു മനസ്സോടെ വിളിക്കുന്ന ആത്മാവേ.
ഞങ്ങളുടെ മധ്യേ വരണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആലോചന എന്ന ദാനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടുമുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാൻ ആലോചന എന്ന ദാനം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ, ഈശോ, ഈശോ. നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും സമർപ്പിക്കുകയാണ്. ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ, പ്രത്യേകമായി ആലോചന എന്ന ദാനത്താൽ ഞങ്ങളെല്ലാം നിറയപ്പെടുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ വലതുകരം ഉയർത്തി ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 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 നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിന്റെ സപ്തദാനങ്ങളെ കുറിച്ച് സ്വർഗം നമ്മെ പഠിപ്പിക്കുന്ന കൃപയുടെ ദിനങ്ങളാണിത്. ആലോചന എന്ന ദാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ആലോചനയുടെ ആത്മാവ് എന്തുമാത്രം ആവശ്യമായിരിക്കുന്നുവെന്ന് സ്വർഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വേദനിക്കുകയാണ്. അമ്മ ഈ തലമുറയെ നോക്കി വേദനയോടെ കരയുകയാണ്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയിലൂടെ നമുക്ക് നൽകിയ പ്രവചന സന്ദേശമാണിത്. എന്താണ് അമ്മ പറയുന്നത്? ഞാൻ കണ്ണുനീരോടെ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നു. ഒരു അമ്മയുടെ കണ്ണുനീരിൻ്റെ കാരണം എൻ്റെ മക്കളിൽ അസംഖ്യം പേർ ദൈവത്തെ അവഗണിച്ചുകൊണ്ടും ശാരീരിക സുഖങ്ങളിൽ മുഴുകിക്കൊണ്ടും ജീവിക്കുകയും വലിയ നാശത്തിലേക്ക് അവർ പാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാലാണ്. എൻ്റെ മക്കളിൽ അനേകർ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ശാരീരിക സുഖങ്ങളിൽ മുഴുകി ശരീരത്തിൻ്റെ സുഖം മാത്രം അന്വേഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവർ വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മക്കളുടെ ഈ ആത്മനാശം കണ്ട് നമ്മുടെ അമ്മ വേദനയോടെ കരയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യുഗാന്ത്യ സഭയിൽ ആത്മാവിൻ്റെ സപ്തദാനങ്ങൾ പ്രകാശിതമാകണം. മറ്റെന്തിനേക്കാളും ഉപരി ഈ നാളുകളിൽ കർത്താവിൻ്റെ സ്വന്തം ജനമായ നമ്മൾ ഓരോരുത്തരും ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്കായി ആഗ്രഹിക്കണം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മൾ കണ്ടു, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്. ഉപദേശത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവാണ്. സമയങ്ങളിൽ കർത്താവിൻ്റെ മനസ്സും അവിടുത്തെ ഉദ്ദേശങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആലോചന എന്ന ദാനത്തിൽ ഞാനും നിങ്ങളും ഈ നാളുകളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാനോ പിശാചൊരുക്കുന്ന കെണികളിൽ അകപ്പെട്ട് ആത്മീയ തകർച്ച നമുക്ക് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് അനേകരുടെ ആത്മനാശത്തിൻ്റെ കാരണം അവർ ആലോചനയുടെ ആത്മാവിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അനേകർ പാപക്കെണികളിൽ പെട്ടുപോകുന്നു. വളരെ കൗശലപൂർവം പിശാച് അനേകം ആത്മാക്കളെ നിത്യനാശത്തിൽ നിബന്ധിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഈ സപ്തദാനങ്ങളെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് വിവേകത്തിൻ്റെ ആത്മാവുണ്ട്. വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് ആലോചനയുടെ ആത്മാവുണ്ട്, ദൈവഭക്തിയുടെ ആത്മാവുണ്ട്, അറിവിൻ്റെ ആത്മാവുണ്ട്, ശക്തിയുടെ ആത്മാവുണ്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവുണ്ട്. എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 32 അധ്യായം 28 വചനത്തിൽ 32-28 ആലോചനയില്ലാത്തൊരു ജനമാണവർ, വിവേകവും അവർക്കില്ല, ജ്ഞാനവും ആ വചനം വായിച്ച് ജ്ഞാനവും അവർ സമ്പാദിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ 3 ദാനങ്ങളും ഒരുപോലെ വെളിപ്പെടുകയാണ്. അവർ ആലോചനയില്ലാത്ത ജനമാണ്, അവർക്ക് വിവേകവുമില്ല, അവർ ജ്ഞാനമില്ലാത്തവരായി നാശമടയുന്നു. ആത്മാവിൻ്റെ ഈ 3 വിശുദ്ധ ദാനങ്ങൾ ഒരുപോലെ ഈ വചനം കാണിച്ചു തരികയാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സപ്തദാനങ്ങളെല്ലാം ഒന്നിനോട് ബന്ധപ്പെട്ട് ഈ നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സപ്തദാനങ്ങൾ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായും നൽകുവാൻ ആത്മാവ് വിശ്വസ്തനാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. സഭയിൽ അനേക വിശുദ്ധാത്മാക്കളിൽ, സഭാപിതാക്കന്മാരിൽ, സ്ലീഹന്മാരിൽ ഈ കാലഘട്ടത്തിൽ ദൈവം അഭിഷേകം ചെയ്ത പല വിശുദ്ധാത്മാക്കളിലും ഈ സപ്തദാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് കഴിയും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഹംഗറിയിലെ സിസ്റ്റർ നതാലിയായോട് നമ്മുടെ ഈശോ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തിന് ആവശ്യമായ കൃപയുടെ മേലങ്കിയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. കൃപാദാനങ്ങൾ തിളങ്ങുന്ന മേലങ്കി നിങ്ങൾ അണിയുവിൻ. ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലും ആത്മീയ അന്ധകാരത്തിലും ഭയാശകയോടെ എനിക്ക് വേണ്ടി തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരുടെ മേൽ ഈ മേലങ്കി പ്രകാശം പരത്തട്ടെ. അവരെ വിധിക്കരുത്. അശ്രദ്ധ മൂലം അവർ ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമകളായി തീരുന്നു. ഒറ്റപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക്, ഉപേക്ഷിക്കപ്പെട്ട ആത്മാക്കളിലേക്ക് കൃപയുടെ പ്രകാശം പരത്തുക. നമ്മുടെ കർത്താവ് സിസ്റ്റർ നത്താലിയായി അറിയിക്കുകയാണ്, കൃപയുടെ മേലങ്കി, കൃപാദാനങ്ങളുടെ മേലങ്കി അണിഞ്ഞ് ആത്മാക്കളിൽ വെളിച്ചം കെട്ടുപോയ ജീവിതങ്ങളിലേക്ക് നിങ്ങൾ പ്രകാശം പരത്തുക. ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ നിറഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളിലേക്ക് ദൈവീക പ്രകാശം പരത്തുക. അവരെ നിത്യജീവനായി വീണ്ടെടുക്കുക. ഇത് കർത്താവിൻ്റെ മനസ്സാണ് സഹോദരങ്ങളെ. ഈ ഒരു പ്രവചന സന്ദേശത്തിലൂടെ ആത്മാവ് കർത്താവിൻ്റെ മനസ്സ് നമ്മൾ അറിയിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, ദൈവാലോചന ഇല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. ആത്മാവിൻ്റെ ആലോചനയിൽ വേണം ഈ നാളുകളിൽ നമ്മൾ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും. നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ആത്മാവിൻ്റെ ആലോചന സ്വീകരിക്കണം. നമ്മുടെ മക്കളുള്ള ബന്ധത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നമ്മുടെ ആത്മീയവും ഭൗതികമായ സകല വിഷയങ്ങളിലും ദൈവാലോചനയില്ലാതെ ഒരടി നമ്മൾ മുന്നോട്ട് പോകരുത് സഹോദരങ്ങളെ. ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി, ഇന്ന് അനേകരുടെ ആത്മീയവും ഭൗതികവുമായ തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണം ദൈവാലോചനയില്ലാതെ അവർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. യെശയ്യാ പ്രവചനം 31 അധ്യായം 1 വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവിനോട് ആലോചന ചോദിക്കാതെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ലോകത്തിൻ്റെ ആലോചനകളിലും ശ്രദ്ധയർപ്പിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ദുരിതമെന്ന്. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പല ദുരിതങ്ങളുടെയും തകർച്ചകളുടെയും അടിസ്ഥാന കാരണം ദൈവാലോചനയില്ലാത്തതാണ്. ആലോചന എന്ന ദാനം
സ്വന്തമാക്കാതെ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ മെനഞ്ഞതുകൊണ്ടാണ് പല തകർച്ചയും നാശവും നമുക്ക് സംഭവിച്ചത്. ഭയപ്പെടേണ്ട. ഈ തകർച്ചയിൽ നിന്ന് വീണ്ടും നമ്മളെ ഉയർത്തുവാൻ ശക്തനാണ് നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആത്മാവിന്റെ ആലോചനകൾ എപ്രകാരമാണ് വെളിപ്പെടുന്നത്? ഇന്നലത്തെ ശുശ്രൂഷയിൽ നമ്മൾ സമാപന സമയത്ത് ധ്യാനിച്ച വിഷയം അതായിരുന്നു. എപ്രകാരമാണ് ആത്മാവിന്റെ ആലോചനകൾ വെളിപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ദൈവവചനത്തിലൂടെയാണ് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവാണ്. തൻ്റെ വചനത്തിൽ നിന്ന് തൻ്റെ ആലോചനകൾ അറിയിക്കുവാൻ ആത്മാവിന് കഴിയും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമുള്ളതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:63 എന്താ പറയുന്നത്? ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ശ്രദ്ധിക്കണമേ, വചനം ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആത്മാവാണ്. അപ്പൊ ദൈവവചനത്തിലൂടെ നമ്മൾ പോകേണ്ട വഴികൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ, നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളെല്ലാം തൻ്റെ വചനങ്ങളിലൂടെ ആത്മാവ് നമ്മൾ അറിയിക്കും. ദൈവാലോചനയായത് വെളിപ്പെടും. നമുക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവവചനത്തുള്ള ബന്ധത്തിൽ പങ്കുവെക്കാനുണ്ട്. നമ്മൾ ഇന്നലെ അത് ധ്യാനിച്ചതാണ്. രണ്ടാമത് ദൈവാലോചന നമ്മളിലേക്ക് പകരപ്പെടുന്ന രണ്ടാമത്തെ ഒരു വിധമാണ് ആത്മാവിൻ്റെ അഭിഷിക്തന്മാരിലൂടെ. ശ്രദ്ധിക്കണമേ നിങ്ങൾ, ദൈവം അഭിഷേകം ചെയ്ത ഈ നാളുകളിലെ പരിശുദ്ധാത്മ വ്യക്തികളിലൂടെ ആത്മാവിൻ്റെ ആലോചനകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുകയാണ്. ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്. നമ്മുടെ ആത്മാവിന് നാശം വരാതെ ഈ കാലഘട്ടത്തിൽ പിശാച് വെച്ചിരിക്കുന്ന കെണികളിൽ അകപ്പെട്ട് നമുക്ക് നാശം സംഭവിക്കാതിരിക്കുവാനുള്ള കർത്താവിനെ നമ്മോടുള്ള അനന്തമായ കാരുണ്യത്തിൻ്റെ അടയാളമാണ് നമുക്ക് നൽകപ്പെടുന്ന ആത്മാവിൻ്റെ ആലോചനകൾ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും. 17-ാമത്തെ വചനത്തിലാണ്. ആദിമസഭയിലെ ഒരു വലിയ മൂപ്പനായിരുന്നു അനനിയാസ്. സാവൂൾ പിന്നീട് പൗലോസായി മാറി. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ ഇത് അനനിയാസ് എന്ന അഭിഷിക്തനിലൂടെ ആത്മാവ് പൗലോസിനെ അറിയിക്കുകയാണ്. സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. സാവൂൾ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ആലോചനകൾ അനനിയാസ് എന്ന അഭിഷിക്തൻ അറിയിക്കുകയാണ്. നീ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തുറന്നുള്ള നാളുകളിൽ എപ്രകാരമാണ് ദൈവം തനിക്ക് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നിന്നെ അറിയിക്കുവാനായിട്ടാണ് ആത്മാവ് എന്നെ നിന്റെ അരികിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം ആത്മാവിൻ്റെ അഭിഷിക്തരിലൂടെ ആലോചനകൾ കിട്ടുകയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള അഭിഷിക്തന്മാരെ ഞാൻ ഓർക്കുകയാണ്. ഷെക്കേന ന്യൂസ് ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് ഇത് ആത്മാവിൻ്റെ പദ്ധതിയാണോ, ഇത് കർത്താവിന് നിശ്ചയമാണെന്നറിയാൻ ഞങ്ങൾ മാസങ്ങളോളം പ്രാർത്ഥിച്ച് ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ നാളുകളിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ബഹുമാനപ്പെട്ട സേവ്യർക്കം വട്ടായിലച്ചനിലൂടെ, അതുപോലെ തന്നെ പല വന്യവൈദികരിലൂടെ, ബഹുമാനപ്പെട്ട പെന്നിസാറ് നമുക്കൊക്കെ സുപരിചിതനാണ്. സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ് നമ്മുടെ ബെന്നിസാറ്, ശാലോമിൻ്റെ ബെന്നിസാറ് പറഞ്ഞു, സന്തോഷേ ഭയപ്പെടേണ്ട, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. ശാലോം ഉണ്ട് സഭയിൽ, എന്നാൽ വാർത്താധിഷ്ഠിതമായ പ്രോഗ്രാമുകൾ ചെയ്യുന്ന നമുക്കൊരു ന്യൂസ് ചാനൽ ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ശബ്ദമായി തീരുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ, പ്രതിരോധിക്കുവാൻ നമുക്കൊരു ചാനൽ ആവശ്യമാണ്. ഇത് ആത്മാവിൻ്റെ ആലോചന തന്നെയാണ്.
കഞ്ചിക്കോട്ടുള്ള നമ്മുടെ റാണി ചേച്ചി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നുമോളാണ്. റാണി ചേച്ചി പറഞ്ഞു, സഹോദര, ഇത് ആത്മാവിൻ്റെ പദ്ധതിയാണ്. അഭിനയ പിതാക്കന്മാരിലൂടെ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ആത്മാവ് തെരഞ്ഞെടുത്ത തൻ്റെ അഭിഷിക്തരിലൂടെ ഈ മാധ്യമ ശുശ്രൂഷ സ്വർഗത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ഒരു കൺഫർമേഷൻ ആത്മാവ് തരികയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 1-2 വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. ആദിമ സഭയിലാണ്. അവിടെ മിഷൻ യാത്രയ്ക്കായി ആരെ അയക്കണം, അവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ഉപവസിച്ചും കഴിയുകയാണ്. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകരും ഉണ്ടായിരുന്നു. സഭയുടെ നേതൃത്വം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവാലോചനയ്ക്ക് വേണ്ടി. 2-ാം വചനം പഠിപ്പിക്കുന്നു, അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണ്ണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. എത്ര കൃത്യമായിട്ടാണ് അന്ത്യോക്യയിലെ സഭാ നേതൃത്വത്തിന് ആത്മാവിൻ്റെ ആലോചന വെളിപ്പെടുന്നത്. സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവ് അവിടെ വ്യാപരിക്കുകയാണ്. സഭ നിർവഹിക്കേണ്ട ആ മിഷനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ആത്മാവ് കൊടുക്കുകയാണ്. സാവൂളിനെയും ബർണ്ണബാസിനെയും അവർ കൈവെപ്പ് നടത്തി അവരെ യാത്ര അയക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിലോട്ട് വരണം. അവിടെ ആത്മാവിൻ്റെ ശക്തനായ ഒരു അഭിഷിക്തനെ കാണാം. ശിമയോനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവൻ്റെ മേലുണ്ടായിരുന്നു. ആത്മാവിൽ പ്രേരിതനായി ജെറുസലേം ദേവാലയത്തിലേക്ക് ശിമയോൻ വന്നു. ഉണ്ണീശോയെ കരങ്ങളിലെടുത്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 27-28 വചനങ്ങൾ എന്താ പറയുന്നത്? ദേവാലയത്തിലേക്ക് ഉണ്ണിയേശോയെ കൊണ്ടുവന്നു. 28-ാം വചനം പറയുകയാണ്, ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 31-32 വചനങ്ങൾ. സകല ജനതകൾക്കും വേണ്ടി ദൈവമേ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിന് പ്രകാശവും ദൈവജനത്തിന് അത് മഹിമയുമാണ്. കൃത്യമായിട്ട് ആലോചന കൊടുക്കുക. തുടർന്ന് ലൂക്കായുടെ സുവിശേഷം 2:35 പരിശുദ്ധ അമ്മ മാതാവിനെ നോക്കി ശിമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അനേകരുടെ ഹൃദയ വിചാരങ്ങൾ ഇവനിലൂടെ വെളിപ്പെടും. എത്ര കൃത്യമായ ദൈവാലോചനയാണ് ശിമയോനിലൂടെ പരിശുദ്ധ അമ്മ മാതാവിനും ഔസപിതാവിനും കിട്ടുന്നത്. അവർക്കത് അറിയാഞ്ഞിട്ടല്ല, ദൈവം നൽകിയ ആ ആലോചനകൾ വീണ്ടും സ്ഥിരീകരിക്കുകയാണ് തൻ്റെ അഭിഷിക്തനായ ശിമയോനിലൂടെ. എൻ്റെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് തിരുമനസ് എന്താണ്? ദൈവം എപ്രകാരമാണ് നമ്മിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, നമ്മുടെ ദൈവ വിളിയെക്കുറിച്ച്, നമ്മുടെ ജീവിത അന്തസ്സിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ആത്മാവിൻ്റെ ആലോചന എന്താണ്? ഒത്തിരിയേറെ വ്യക്തികൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഓരോ ദിവസവും 100 കണക്കിന് ഫോൺ കോളുകളാണ് ഷെക്കൻ ന്യൂസിൻ്റെ ഓഫീസിലോട്ട് വരുന്നത്, ദൈവത്തിൻ്റെ ആലോചന അറിയുവാൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ദൈവജനം ആത്മാവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സ്വന്തം ബുദ്ധിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ആത്മാവിൻ്റെ അഭിഷിക്തന്മാരിലൂടെ ആലോചനകൾ നൽകപ്പെടുകയാണ്. മൂന്നാമത്, ദൈവാലോചനകൾ പകരപ്പെടുന്ന വിധം സ്വർഗനിവാസികളിലൂടെയാണ്. എല്ലാവരും ശ്രദ്ധിക്കണമേ, സ്വർഗനിവാസികൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ മാതാവ്. നമ്മളായിരിക്കുന്ന ഈ അവസാന നാളുകളിൽ യുഗാന്ത്യ സഭയ്ക്ക് ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയിലുള്ള അമ്മയുടെ ഓരോ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവചന സന്ദേശങ്ങളാണ് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മനസ്സാണ്. എന്തുമാത്രം സന്ദേശങ്ങൾ!
അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും പാപം ഉപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രാശ്ചിത്തം ചെയ്യാനും പരിഹാരം ചെയ്യുവാനും ഈ തലമുറയ്ക്ക് ആവശ്യമായ 100 പ്രബോധന സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ആത്മാവ് നൽകുന്നു. ഇത് ദൈവാലോചനകളാണ് നമുക്ക് ഓരോരുത്തർക്കുമായിട്ടുള്ളത്. വെളിപാട് പുസ്തകം 12:1 പറയുന്നുണ്ട്, സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പരിശുദ്ധ അമ്മ മാതാവ് അവൾ സ്വർഗത്തിലെ വലിയ അടയാളമാണ്. അവൾ വെളിപാടിലെ കന്യകയാണ്. ഇന്ന് അമ്മയിലൂടെ നമുക്ക് ആവശ്യമായ സന്ദേശങ്ങൾ ആത്മാവ് നൽകുന്നു. ഇന്നലെ സഭയിൽ ലാസലേറ്റ് അമ്മയുടെ തിരുനാളായിരുന്നു. ലാസലേറ്റിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ മുഖ്യ സന്ദേശം എന്താണ്? നമ്മളായിരിക്കുന്ന ഈ നാളുകൾക്ക് ആ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അമ്മ അറിയിച്ചു, ദൈവകോപത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. ജനമാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ നന്ദികേടുകൾക്കെതിരെ ദൈവനീതിയുടെ കോപം ജ്വലിക്കും. എൻ്റെ പുത്രൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും ഭൂതലം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിക്കും. 150 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെട്ട പ്രവചന സന്ദേശമാണിത്. ലോകത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതിനേക്കാൾ മുൻപ് ലോകം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിക്കും. തുടർന്ന് അമ്മ എന്താ അറിയിച്ചത്? ഭക്തിരാഹിത്യത്തിലേക്കും ദുരാസക്തികളിലേക്കും ലോകം വീണുപോകും. എല്ലാ മേഖലകളിൽ നിന്നും മാർപ്പാപ്പ ആക്രമിക്കപ്പെടും. വൈദികരും സിസ്റ്റേഴ്സും എൻ്റെ പുത്രൻ്റെ യഥാർത്ഥ ശുശ്രൂഷകരും പീഡിപ്പിക്കപ്പെടും. ആക്ഷരികമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പലരും രക്തസാക്ഷികളായി തീരും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലാസലേറ്റിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ അറിയിച്ച പ്രവചന സന്ദേശമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വളരെ ലൈവായി ഈ സന്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രൊഫസിയും നിറവേറപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രവചന സന്ദേശങ്ങൾ അവഗണിക്കരുതേ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്ക് ആവശ്യമായ ആലോചനകൾ പ്രവചന സന്ദേശങ്ങളായി ദൈവിക അടയാളങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധാത്മാക്കളിലൂടെ വിശുദ്ധരിലൂടെ ആലോചന വെളിപ്പെടും. വിശുദ്ധയായ അൽഫോൺസമ്മ നമ്മുടെ വലിയേച്ചിയാണ്. ചാവറ പിതാവ് പ്രത്യക്ഷപ്പെട്ടു. ചാവറ പിതാവിലൂടെ അൽഫോൺസമ്മയ്ക്ക് ആവശ്യമായ ദൈവാലോചന കൊടുക്കുകയാണ്. പല വിശുദ്ധാത്മാക്കൾ ജീവിതം പഠിക്കുമ്പോൾ ലീമായിലെ റോസ് സീനാൽ വിശുദ്ധ കാതറിനുമായി നല്ല ബന്ധമായിരുന്നു. സെന്റ് കാതറിൻ പലപ്പോഴും അവൾക്ക് ആത്മീയമായ ആലോചനകൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ എത്രയോ വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ കാണാൻ പറ്റും. ദൈവദൂതന്മാരിലൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ദൈവദൂതന്മാരെ ഈ അവസാന നാളുകളിൽ യുഗാന്ത്യ സഭയിൽ കർത്താവിൻ്റെ ദൂതന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ധകാരം നിറഞ്ഞ, പാപം നിറഞ്ഞ, പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന, സാത്താന് സമയം അനുവദിക്കപ്പെട്ട ഈ ഉഗ്ര പോരാട്ടത്തിൻ്റെ നാളുകളിൽ ദൈവദൂതന്മാരിലൂടെ പരിശുദ്ധ ത്രിത്വം തൻ്റെ ആലോചനകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കൃത്യമാണ്! പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നില്ലേ? മംഗളവാർത്ത എന്താ? ദൈവത്തിൻ്റെ ആലോചനയാണ്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സംഭവിക്കാൻ പോകുന്ന ആ രക്ഷാഗ്ര അനുഭവത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ അറിയിക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്ക്. കൊടുങ്കാറ്റിൽപ്പെട്ട് പൗലോസ്ലീഹയും സഹയാത്രികരും സഞ്ചരിച്ചിരുന്ന കപ്പൽ വലിയ അപകടത്തിൽപ്പെടുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും മരണത്തെ മുന്നിൽ കണ്ട് ആശങ്കയിലാണ്. പൗലോസ് മാത്രം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 23-24 വചനങ്ങൾ. എന്താണ് വചനം പറയുന്നത്? ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിനൊരു ദൂതൻ ഇക്കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടേണ്ട, പൗലോസേ നീ ഭയപ്പെടേണ്ട, സീസറിൻ്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. സീസറിൻ്റെ മുൻപിൽ നീ നിൽക്കുക തന്നെ ചെയ്യും.
നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൻ്റെ ദൂതനിലൂടെ ആ സമയത്തിന് ആവശ്യമായ ആത്മാവിൻ്റെ ആലോചന കർത്താവ് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുന്നുണ്ടോ? ആലോചന എന്ന ദാനം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഈ വിധങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് തരികയാണ്. ഞാൻ അനുഭവങ്ങളിലോട്ട് ഒന്നും പോകുന്നില്ല, കാരണം നമുക്ക് പരിമിതമായ സമയമേ ഉള്ളൂ. അപ്പൊ സ്വർഗ നിവാസികളിലൂടെ ആത്മാവിൻ്റെ ആലോചനകൾ നമുക്ക് ലഭിക്കുകയാണ്. പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ സാംസന്റെ ജനനത്തെക്കുറിച്ച് മനോബയ ദൂതൻ അറിയിക്കുന്നു. ഗിദെയോന്റെ ദൈവവിളിയെക്കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ ഗിദെയോൻ അറിയിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ആലോചനകളാണ്. ദൈവം നൽകുന്ന ഓരോ സന്ദേശവും ആത്മാവിൻ്റെ ആലോചനയാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ നന്മയ്ക്കുമായി. നാലാമത് ദൈവാലോചന നമുക്ക് ലഭിക്കുന്ന നാലാമത്തൊരു തലമാണ് പ്രിയപ്പെട്ടവരെ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, പ്രവചനങ്ങൾ. ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും ആത്മാവിൻ്റെ ആലോചനകൾ വെളിപ്പെടും. ദർശനങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല ദർശനങ്ങൾ ആത്മാവ് നൽകുന്നുണ്ട്. പരിജ്ഞാനത്തിൻ്റെ വരമുള്ളവരെ, അറിവിൻ്റെ വരമുള്ളവർക്ക് അവർക്ക് ഈ ദർശനങ്ങൾ ലഭിക്കുന്നു. അതോടെ ആത്മാവിൻ്റെ ആലോചന വെളിപ്പെടുത്തുകയാണ്. എന്തുമാത്രം ദർശനങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ ആത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് സഹോദരങ്ങൾ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ കള്ളത്തരങ്ങളുണ്ട്. പിശാച് വ്യാജങ്ങളും ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉണ്ടാകേണ്ടത്. അത് ആത്മാവിൽ വിവേചിക്കണമെങ്കിൽ ഈ ദർശനങ്ങളും പ്രവചനങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ എന്ന് നമുക്കറിയണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആ വിവേചന ശക്തി വേണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വരണം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഉണ്ടാവുകയാണ്. 10-ാം അധ്യായം 11-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ളൊരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ പറയുകയാണ്, അവൻ കണ്ടു. ഈ സമയത്ത് ആത്മാവ് സംസാരിച്ചു. ഈ പാത്രത്തിൽ നാനാജാതി ജന്തുക്കളാണ്, ഇഴജന്തുക്കളും അതുപോലെ ഈ ലോകത്തിലെ പല വൃത്തിഹീനമായിട്ടുള്ള ജന്തുക്കളൊക്കെ അതിലുണ്ട്. നീ കൊന്നു ഭക്ഷിക്കാൻ പറഞ്ഞു. ഒരു വലിയ ഒരു ആത്മീയ സത്യം ആത്മാവ് പത്രോസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. പത്രോസിനെ പറഞ്ഞു, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഈ സമയത്ത് 15-ാമത്തെ വചനം എന്താ പറയുന്നത്? ഈ ദർശനത്തിലൂടെ ആത്മാവ് ആലോചന കൊടുത്തു. ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. അതുവരെ പത്രോസ്ലീഹ യഹൂദരുടെ ഇടയിൽ മാത്രമേ സുവിശേഷം പ്രസംഗിച്ചിരുന്നുള്ളൂ. വിജാതിയുടെ ഇടയിലേക്ക് അവർ അപരിചിതരാണെന്നുള്ളൊരു ചിന്ത പത്രോസിയുടെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം പറഞ്ഞല്ല, അവർ എൻ്റെ ജനമാണ്, അവരെൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. ശക്തമായ താക്കീത് കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസ്ലീഹയ്ക്ക്. ഇനി സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്വപ്നങ്ങളിലൂടെ ആത്മാവ് സംസാരിക്കുക. ആത്മാവിൻ്റെ ആലോചനകൾ വെളിപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മ തരുന്ന സ്വപ്നങ്ങളുണ്ട്, പ്രൊഫറ്റിക് ഡ്രീംസ്. നമ്മൾ പഴയ നിയമത്തിലോട്ട് വരുമ്പോൾ പൂർവ്വ ജോസഫിനെ കാണാം. അവൻ കണ്ട സ്വപ്നങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവന് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചുമുള്ള ആത്മാവിൻ്റെ ആലോചനകളായിരുന്നു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവ് തൻ്റെ ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ തൻ്റെ ആലോചനകൾ നമ്മൾ അറിയിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് വചനം പഠിപ്പിക്കുന്നത്?
ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച വചനം, ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടാവുകയാണ്. ആ സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആത്മാവ് കാണിച്ചു കൊടുത്ത ആ സ്വപ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിറവേറപ്പെടുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ആലോചനയും വ്യർത്ഥമായി പോവുകയില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളിത് മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള ഈ ആലോചനകൾ ഈ കാലഘട്ടത്തിലെ സഹോദരങ്ങളെ വളരെ ആവശ്യമാണ്. എന്തിനു വേണ്ടി? പിശാചിന്റെ കെണികളെ തകർക്കുവാനായിട്ട്. നമ്മുടെ ആത്മാവിനെ നാശം വരുത്തുന്ന പല കെണികളും ഈ നാളുകളിൽ സാത്താൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഫാദർ ഷെഫാനോ ഗോപിയിലൂടെ നൽകുന്നൊരു സന്ദേശമാണ്, മക്കളെ നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമാണ്. എന്തിനു വേണ്ടി? പിശാചൊരുക്കുന്ന കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട്. എൻ്റെ ശത്രു ഒരുക്കുന്ന മാരകമായ കെണിയിൽ അകപ്പെടാതിരിക്കാൻ. കുഞ്ഞുങ്ങളെ, ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ്. നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എൻ്റെ സഹോദരങ്ങളെ, ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ ആത്മാവ് തൻ്റെ ആലോചനകൾ നമ്മൾ അറിയിക്കും. പരിശുദ്ധ അമ്മയെ സഹായിക്കും നമ്മെ. നമ്മുടെ ഔസേപ്പിതാവ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനത്തിൽ എന്താ പറയുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. അവരുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് 20-ാമത്തെ വചനം, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയ. ഈ ദൈവിക ആലോചന ഔസേപ്പിതാവിന് എങ്ങനെയാ കിട്ടിയത്? സ്വപ്നത്തിലൂടെ. ആരാ കൊടുത്തത്? ദൈവദൂതൻ. കണ്ടു. അപ്പോൾ ദൂതന്മാരിലൂടെ, സ്വപ്നങ്ങളിലൂടെ ആത്മാവിൻ്റെ ആലോചനകൾ വെളിപ്പെടുന്നു. ദുർസ്വപ്നങ്ങളെ കുറിച്ചല്ല പറയുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിന് കിട്ടുന്ന സ്വപ്നങ്ങൾ അത് പ്രവചന സ്വപ്നങ്ങളാണ്, പ്രൊഫറ്റിക് ഡ്രീംസ് ആണ്. അത് വെറും മാനുഷികമായ സ്വപ്നങ്ങളല്ല, അതിൽ ആത്മാവിൻ്റെ ആലോചനയും സാന്നിധ്യവുമുണ്ട്. അങ്ങനെ പല സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറിയ അനുഭവങ്ങളുള്ള പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ കൃപാദാനത്തിൽ വളരണം. ആലോചന എന്ന ദാനത്തിൽ ദിനം പ്രതി വളരുവാനായി അടങ്ങാത്ത ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. 24-ാം വചനം പറയുകയാണ്, ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിക്കുകയാണ്. മൂന്നാമത് നമ്മൾ അതിൽ കാണുകയാണ് പ്രവചനങ്ങളുടെ പ്രൊഫസീസ്. നമ്മൾ മനസ്സിലാക്കി, പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ കാലഘട്ടത്തിന് യുഗാന്ത്യ സഭയ്ക്ക് നൽകപ്പെടുന്ന പ്രൊഫസികൾ ദൈവത്തിൻ്റെ ആലോചനയാണ്. എന്തുമാത്രം പ്രവചനങ്ങളാണ് പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്നത്. അതുകൊണ്ടാണ് അവൾ അന്ത്യകാല പ്രവാചകിയാണെന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ അമ്മ മാതാവ് അന്ത്യകാലത്തിന്റെ പ്രവാചകിയാണ്. സ്വർഗത്തിന്റെ പ്രവചന ദൂതുകൾ ഈ തലമുറയോട് പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ അമ്മ മാതാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. അവൾ സതുപദേശത്തിന്റെ അമ്മയാണ്. നമ്മുടെ അമ്മ വലിയ ആലോചനക്കാരിയാണ്. പരിശുദ്ധാത്മാവിന്റെ ആലോചനകാരിയാണ് പരിശുദ്ധ അമ്മ മാതാവ്. അതുകൊണ്ട് സഭ അവളെ വിശേഷിപ്പിക്കുന്നത് സതുപദേശത്തിന്റെ മാതാവ്. സഹോദരങ്ങളെ, പ്രവചനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് നിങ്ങൾ വരണം. 21-ാം അധ്യായം 10ഉം 11ഉം വചനങ്ങൾ. അവിടെ അഗാബോസ് എന്ന് പറയുന്നൊരു പ്രവാചകൻ ആത്മാവിൻ്റെ ആലോചന അവിടെ സമ്മേളിച്ച് ജനത്തെ അറിയിക്കുകയാണ്. അവിടെ എത്തി അവൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, 11-ാമത്തെ വചനം, പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് പ്രകാരം പ്രസ്താവിച്ചു, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതീയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും.
സഹോദരങ്ങളെ, പൗലോസ്ലീഹായുടെ ജീവിത അന്ത്യം എപ്രകാരമായിരിക്കുമെന്നും പൗലോസ്ലീഹയുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ആത്മാവ് വ്യക്തമായ ആലോചന കൊടുക്കുകയാണ്. അഗബോസ് എന്ന് പറയുന്ന പ്രവാചകനിലൂടെ എത്ര കൃത്യമാണ്. നമുക്കിതുപോലെ എന്തുമാത്രം പ്രവചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രവചനങ്ങൾ ലഭിച്ചവരാ. നമുക്ക് നൽകപ്പെട്ട പല പ്രവചനങ്ങൾ, അതാണ് ആലോചന. ഈ നാളുകളിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുക. സംശയിക്കേണ്ടത് നിങ്ങൾ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 2018 അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ സെഹിയോൻ ടീമിനെ ധ്യാനിപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ വിളിക്കുകയാണ്. ജൂൺ മാസത്തിലാണ്, ജൂൺ അവസാനത്തെ ആഴ്ചയിലാണ് ധ്യാനം നടക്കുന്നത്. ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം ഞാൻ ഓർക്കുന്നു, അത് ജൂൺ 29-ാം തീയതിയാണ്. വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹയുടെ തിരുനാൾ ദിനമാണ്. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ചാപ്പലിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി, ഞാനൊരു അതിശയോക്തി പറയല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ശക്തമായ സാന്നിധ്യം അനുഭവിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറന്നു. ഞാനിങ്ങനെ കാണുകയാണ് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ തങ്ങളുടെ ശ്ലൈഹിക കരങ്ങൾ നീട്ടിത്തന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്. പ്രൊഫസി, അതൊരു പ്രവചനമായിരുന്നു. സഭയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുകയാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഷെക്കന ന്യൂസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ലൈസൻസ് അപ്രൂവൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. സഭയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ നാളുകളിൽ ഈ പ്രവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് ഈ മാധ്യമ ശുശ്രൂഷയിലൂടെ സഭയ്ക്ക് ശബ്ദമായി തീരുവാൻ ആത്മാവ് കാണിച്ച കാരുണ്യം, എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളിലൂടെ സഭയുടെ പല വാതിലുകളും പരിശുദ്ധാത്മ തുറന്നു തരികയാണ്. ഞാനത് ചുമ്മാ പറയുന്നതല്ല. സഭാ നേതൃത്വങ്ങളിൽ അഭിനയ പിതാക്കന്മാർ വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയെ കാണുന്നു. അവർ പ്രാർത്ഥിക്കുന്നു, പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു. സഭയുടെ പല ശുശ്രൂഷ തലങ്ങളിലേക്കും കടന്നു ചെല്ലുവാനായി പരിശുദ്ധാത്മാവ് കരുണ കാണിക്കുന്നു. അന്ന് നൽകപ്പെട്ട, ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട ആ പ്രവചന സന്ദേശം, അപ്പോൾ പ്രൊഫസികൾ, ആത്മാവിൽ നിന്ന് വരുന്ന പ്രവചനങ്ങൾ, അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ആലോചനകൾ നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന വൃക്ഷത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഗാബോസിലൂടെ നൽകപ്പെട്ട ആലോചന സംഭവിച്ചു പൗലോസിന്റെ ജീവിതത്തിലെ പ്രവചനങ്ങളിലൂടെ ഈ ആലോചനകൾ ദൈവം നമുക്ക് തരും. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അതിന് നേരോ കാലോ സമയമൊന്നും തന്നെയില്ല. പ്രത്യേകമായി നേരവും കാലമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സഹോദരിമാർ, അമ്മമാരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പാചകം ഒരുക്കുന്ന സമയത്ത്, ഏത് സമയത്തും ആത്മാവിനെ തൻ്റെ ആലോചനകൾ നമുക്ക് നൽകുവാൻ കഴിയും. അതിന് നേരം കാല സമയമൊന്നുമില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും തൻ്റെ ആലോചനകൾ നൽകാൻ കർത്താവ് വിശ്വസ്തനാണ്. ഒരു സംശയം നമുക്ക് വേണ്ട. സഹോദരങ്ങളെ, പൗലോസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 6-7 വചനങ്ങളാണ്. അവിടെ ആലോചനയുടെ ആത്മാവ് വെളിപ്പെടുകയാണ്. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. ആത്മാവ് ആലോചന കൊടുക്കുകയാണ്, പൗലോസേ, നീ ഏഷ്യയിലോട്ട് പോകണ്ട. നമ്മൾ വചനത്തിൽ കാണുന്നില്ല അവരെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഉപവസിക്കുമ്പോഴോ ദൈവത്തെ ആരാധിക്കുമ്പോഴല്ല ഈ ആലോചന വെളിപ്പെടുന്നത്. അവർ ഏഷ്യയിലേക്ക് സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് ആത്മാവ് പറഞ്ഞു, നോ, അരുത്, അങ്ങോട്ട് പോകരുത്. ആലോചന കൊടുക്കുകയാണ്. എന്തൊരു ബ്ലെസ്സിങ് ആയത്. അപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ആത്മാവ് ആലോചന കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? 7-ാം വചനം പറയുന്നു,
യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. നോ, അങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ പൗലോസ്ലീഹ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഇതാ സ്വപ്നം. വീണ്ടും സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടോ? ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല, അല്ലെങ്കിൽ ഭൗതികമായ നന്മകൾ നമുക്ക് ഇങ്ങനെ ഭൗതികമായ നന്മകൾ നമ്മൾ നിറയുന്ന സ്വപ്നങ്ങളല്ല പ്രിയപ്പെട്ടവരെ. സ്വർഗീയമായ, നമ്മുടെ നിത്യതയ്ക്ക് ആവശ്യമായ, ആത്മാക്കളെ വീണ്ടെടുപ്പിന് ആവശ്യമായ, ഈ കാലഘട്ടത്തിൻ്റെ പ്രവചന സന്ദേശങ്ങൾക്ക് ആവശ്യമായ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ടോ? സ്വപ്നത്തിൽ പൗലോസിനെ ആലോചന കിട്ടി, മക്കെദോനിയയിൽ പോയി അവരോട് സുവിശേഷം പറയണമെന്ന്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അപ്പോൾ ആത്മാവ് അനുവദിക്കുന്നില്ല, ആലോചന കൊടുക്കുകയാണ്. അപ്പോൾ സ്പിരിറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയിലും ജ്ഞാനവും വിവേകവും ആലോചനയും അതുപോലെ തന്നെ ആത്മശക്തി എല്ലാം ഒരുപോലെ വെളിപ്പെടും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ നമുക്കിത് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 29-ാം വചനത്തിലോട്ട് വന്ന് ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, പീലിപ്പോസേ, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് ഇങ്ങനെ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആലോചന കിട്ടിയതല്ല പ്രിയപ്പെട്ടവരെ. പീലിപ്പോസ് ചുമ്മാ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പിരിറ്റ് പറയാണ്, നീ ആ രഥത്തോട് ചേർന്ന് നടക്കുക. കൃത്യാലോചന കിട്ടുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവാലോചന ഇല്ലാതെ നമ്മൾ ഒന്നും ചെയ്യരുതേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന തീരുമാനമായി ഇത് തീരണം. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ആവേ മരിയ, ആവേ മരിയ, സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹംഗറിയിലെ വലിയൊരു മിസ്റ്റിക്കായിരുന്ന സിസ്റ്റർ നതാലിയോട് ഈശോ പറഞ്ഞു, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പുണ്യങ്ങളുടെ ദൈവിക പുണ്യങ്ങളുടെ മേലങ്കി നമ്മൾ അണിയണം. ബഹുമാനപ്പെട്ട ഷാർലച്ചനിലൂടെ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഒരുങ്ങിയപ്പോൾ നമ്മളെ 33 ദിനങ്ങളും പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. പുണ്യസമ്പാദനം. നമ്മൾ ഈ പുണ്യങ്ങളിൽ വളരുമ്പോൾ നമ്മുടെ ആത്മാവ് വിശുദ്ധമാകും. തെളിഞ്ഞ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ കടന്നു വരും. ഈശോ പറയുകയാണ്, എന്താ ഈശോ പറഞ്ഞത്? നിങ്ങളുടെ ആത്മാക്കളുടെ വലിയ ശത്രു അവൻ്റെ കൗശലപൂർണമായ നുണകളിലൂടെ നിങ്ങളെ സമീപിക്കാതിരിക്കുന്നതിന് എൻ്റെ പുണ്യങ്ങളുടെ മേലങ്കി നിങ്ങൾ അണിയണം. പിശാച് കൗശലപൂർണമായ നുണ പറഞ്ഞ് അനേകം ആത്മാക്കളെ നശിപ്പിക്കുന്നു, അനേകം കുടുംബങ്ങളെ തകർക്കുന്നു, അവൻ സഭയെ ചതിക്കുന്നു, അസംഖ്യം ആത്മാക്കളെ വിനാശകരമായ പാപക്കെണിയിൽ അകപ്പെടുത്തി കളയുന്നു. ഈശോ പറയാണ്, പുണ്യത്തിൻ്റെ മേലങ്കി അണിയുക. സഹോദരങ്ങളെ, ഈ സപ്തദാനങ്ങൾ നമ്മളിൽ വർദ്ധിക്കുമ്പോൾ, വളരുമ്പോൾ പിശാചിനെ നമ്മളെ തൊടാൻ സാധിക്കില്ല. ഈ ആത്മാവിൻ്റെ ആലോചനകൾ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആലോചനയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ അറിയണം. ഈ സെഷൻ്റെ അവസാന സമയം നമ്മളത് കാണുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഒന്ന് സ്തുതിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ ഈശോ നാമം വിളിച്ച് നിങ്ങൾ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച്, ജ്ഞാനം നിറയട്ടെ, വിവേകം നിറയട്ടെ, ആലോചന നിറയട്ടെ, ആത്മശക്തി നിറയട്ടെ, ബുദ്ധി നിറയട്ടെ, ദൈവഭക്തി നിറയട്ടെ, ദൈവഭയം നിറയട്ടെ. ഈശോയേ സ്തുതിക്കുന്നു. കൃപാദാനങ്ങളാൽ മുദ്ര ചെയ്യണമേ. ബ്ലസ്. ആമേൻ. ആലോചനയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് കർത്താവിൻ്റെ ചിന്തകളും കർത്താവിൻ്റെ മനസ്സും ഉദ്ദേശങ്ങളും വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ പർപ്പസ് നിങ്ങൾ ശ്രദ്ധിച്ചത്, നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ചുള്ള കൃത്യമായ പർപ്പസ്, ഉദ്ദേശങ്ങൾ ആലോചനയുടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ സമയത്ത് കണ്ടു.
എപ്രകാരമാണ് ഈ ആലോചന പകരപ്പെടുന്നതെന്ന് അതിൽ ഈ ഭാഗമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ചിന്തകളും ഉദ്ദേശങ്ങളും വെളിപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആമോസ് പ്രവചനം 3:7 പരിശുദ്ധ വചനം പറയുന്നുണ്ട്, തൻ്റെ ദാസരായ പ്രവാചകർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. കൃത്യമായ പർപ്പസ് വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ദാസരായ പ്രവാചകരോട് ആത്മാവ് തൻ്റെ ആലോചന അറിയിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ, ഉദ്ദേശങ്ങളെല്ലാം ദൈവാത്മാവ് അറിയിക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് പഠിപ്പിക്കുന്നില്ലേ? കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വചനത്തിൽ എന്താണ് ആത്മാവ് പറയുന്നത്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. സഹോദരങ്ങളെ, ആ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവത്തിൻ്റെ ചിന്തകൾ ആർക്കാണ് ഗ്രഹിക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനെയാണ്. ഈ ചിന്തകളും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും ആത്മാവ് ആലോചന എന്ന ദാനത്താൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ പല പല വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 2016 ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ദൂത് പറയുന്നത്, ആലോചന അറിയിക്കുന്നത്, എനിക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക. അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. വാർത്ത എന്താണെന്ന് പോലും അറിയാത്തവരോടാണ് പരിശുദ്ധാത്മാവ് വാർത്താ ചാനൽ തുടങ്ങാൻ പറയുന്നത്. ഇന്ന് ഭവനത്തിൽ ടെലിവിഷൻ പോലും ഇല്ല. അത് ആത്മാവ് തന്ന ഒരു സന്ദേശത്തിന് വെളിച്ചത്തിലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് കഷ്ടി അറിയുന്നല്ലാതെ ലോക വാർത്തകളോ മറ്റൊന്നും അറിയാത്ത വ്യക്തികളോടാണ് ആത്മാവ് പറയുന്നത്, അതും വാർത്താ ചാനൽ തുടങ്ങാൻ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അസാധ്യമായൊരു കാര്യം. ഇതിൻ്റെ ലൈസൻസ് അപ്രൂവല് അത് വലിയൊരു സങ്കീർണമായൊരു സംഗതിയാണത്. അതിസങ്കീർണമാണത്. വലിയ വലിയ കോർപ്പറേറ്റുകൾക്കും കോടീശ്വരന്മാർക്ക് പോലും ന്യൂസ് ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെയാണ് നമ്മളെപ്പോലെ ഈ സാധാരണക്കായ മനുഷ്യർ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ആത്മാവ് ആലോചന തരികയാണ്, ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കുക. സഹോദരങ്ങളെ, ഇതിനുള്ള ബന്ധത്തിൽ നമ്മൾ സഭ നേരിടുന്ന, നമ്മുടെ വിശ്വാസം നേരിടുന്ന പ്രതിസന്ധികളെ പ്രതി നാളുകളും മാസങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവ് ഈ ഒരു ആലോചന തരുന്നത്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുകയാണ്. ദൈവാത്മാവ് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് അറിയിച്ചൊരു കാര്യം ഇതാണ്: ഭാരതം മുഴുവൻ പരിശുദ്ധ കുർബാനയുമായി ഒരു യുക്രിസ്റ്റ് മിഷൻ ജേർണി. അഭിനന്ദ പിതാക്കന്മാർ അതിനുള്ള അനുവാദം തന്നു. അങ്ങനെ സഹോദരങ്ങൾ, ഏകദേശം 1 മാസം 5 ഫേസായിട്ട് 1 മാസം എടുത്ത് ഭാരതം മുഴുവൻ ദിവ്യകാരുണ്യ മിഷൻ യാത്ര നടത്തുകയാണ്. ഈ മിഷൻ യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ ആത്മാവ് ഒരു ആലോചന തരികയാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ള എൻ്റെ സ്വപ്നമായിരുന്നു ഭാരതത്തിൻ്റെ മണ്ണിലൂടെ രാജാതി രാജാവായി ഉലാത്തുക എന്നുള്ളത്. അത് നിങ്ങൾ നിറവേറ്റി തന്നു. ഇതിന് ഞാൻ വലിയൊരു പ്രതിഫലം തരും. ആ പ്രതിഫലത്തിൻ്റെ പ്രകടമായൊരു അടയാളമാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കാണുന്ന ഷെക്കേന ന്യൂസ്. അതിൻ്റെ അപ്രൂവല് ലഭിക്കും. അത്ഭുതകരമായി ആത്മാവ് ഇടപെട്ട് അപ്രൂവല് കിട്ടി. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ആത്മാവ് ബിൽഡപ്പ് ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്, ആത്മാവിൻ്റെ വിവേകവും ആലോചനയുമാണ് ഇതിനെല്ലാം ബിൽഡ് ചെയ്തത്. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരി സഹോദരൻ അവരൊന്നും മീഡിയ പഠിച്ചവരല്ല. വളരെ കുറച്ച് പേരെ ടെക്നിക്കൽ നോളജ് ഉള്ളവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആത്മാവിൻ്റെ അഭിഷേകത്താലും ജ്ഞാനത്താലുമാണ് ഈ മാധ്യമ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള വ്യക്തികൾ ഒരുക്കി തരുന്നു, എക്യുപ്മെൻസുകൾ തരുന്നു. ഇതിൻ്റെ പുറകിൽ ഒരുപാട് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കഷ്ടപ്പാടും കണ്ണുനീരും നൊമ്പരങ്ങളെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇതിൻ്റെ നടുവിലും സമയാസമയങ്ങളിൽ ആത്മാവ് കൃത്യമായ ആലോചന തന്ന്
നമ്മെ നയിക്കുന്ന ഒരു അനുഭവമായിരുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ആലോചനയെ ആത്മാവ് പറയും. ഇതിനെക്കുറിച്ച് പലപ്പോഴും പങ്കുവെച്ചപ്പോൾ KCBCയിലും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ സിനഡിലൊക്കെ പിതാക്കന്മാർ ഇപ്പോൾ പലരോട് പറയാറുണ്ട്, സന്തോഷം അന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അത് ഒരു തമാശ പോലെ തോന്നിയത്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? പറയാൻ കൊള്ളാം, പക്ഷേ ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. തൻ്റെ ആലോചനകളും തൻ്റെ ഉദ്ദേശങ്ങളും എക്കാലവും നിറവേറ്റുവാൻ ആത്മാവ് ശക്തനും അതിയായവനുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഷെക്കഡ് ന്യൂസിൻ്റെ ഈ മീഡിയ കോംപ്ലക്സിലേക്ക് വരണം. ഈ ദിവസങ്ങളിൽ നമുക്കതിന് പല ഭാഗങ്ങളും കാണാം. ഇവിടെ അമ്മമാതാവിന് പ്രതിഷ്ഠിതമായ ചാപ്പലുണ്ട്. 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധന, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിരന്തരമായ ആരാധന സ്തുതികളുമുണ്ട്. നിങ്ങൾ 1-2 ദിവസമൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പ്രാർത്ഥിക്കണം. അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇന്ന് ഈ കാണുന്ന വിധത്തിലേക്ക് ദൈവത്തിനെ മാറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മാവിൻ്റെ ആലോചനകൾ എത്ര കൃത്യമായി പരിശുദ്ധാത്മ നിറവേറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, സഭയിൽ എല്ലാം ഇത് ആത്മാവ് പകർന്നു തരും. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവിക സംരക്ഷണത്തിന്റെ ഉറപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത്, ആലോചനയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവിക സംരക്ഷണത്തിന്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, ഉറപ്പ്. പിശാച് വയ്ക്കുന്ന വില്ലുകളിലും കെണികളിലും നമ്മുടെ കാലകപ്പെടുവാൻ ഒരിക്കലും ആലോചനയുടെ ആത്മാവ് അനുവദിക്കുകയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, 2020 ഏപ്രിൽ മാസത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായൊരു ആലോചന ആത്മാവ് തരികയാണ്. സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. ഈ ഒരു ആലോചന ആത്മാവ് അറിയിക്കുകയാണ്. പെട്ടെന്ന് അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലായില്ല. ഏകദേശം ഒരു 3 ആഴ്ചയെ കഴിഞ്ഞുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആത്മീയവും മാനസികവുമായ പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ്. വല്ലാത്തൊരു പൈശാചികമായ ആക്രമണം. അത് മുഴുവൻ എനിക്ക് ഈ ഒരു വേദിയിൽ പങ്കുവെക്കാൻ സാധിക്കുകയില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വരെ അടിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ശക്തമായ ഒരു സാത്താനി അറ്റാക്ക് ഉണ്ടാവുകയാണ്. അതിന് മുന്നോടിയായി ആത്മാവ് അറിയിച്ച ആലോചനയായിരുന്നു, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ മകനെ ഞാൻ കാത്തുകൊള്ളാം. ഹല്ലേലൂയ. കർത്താവ് എത്ര വിശ്വസ്തനാണ്. നമ്മെ തെരഞ്ഞെടുത്ത ആത്മാവ് എത്ര കരുണയുള്ളവനാണ്. സഹോദരങ്ങളെ, നമ്മെ നശിപ്പിക്കുമാറുള്ള ആ വലിയ പിശാച് അഴിച്ചുവിട്ട ആ കൊടുങ്കാറ്റിനെ പരിശുദ്ധാത്മാവ് ശാന്തമാക്കി നമ്മുടെ കാൽ കുടുക്കിൽപ്പെടാതെ അത്ഭുതകരമായി ആത്മാവ് സംരക്ഷിക്കുകയാണ്. ദൈവിക സംരക്ഷണത്തിന് ഉറപ്പ് പരിശുദ്ധാത്മാവ് തരുന്നു. ആലോചന എന്ന ദാനത്താൽ യുഗാന്ത്യ സഭയ്ക്ക് ഇത് ആവശ്യമാണ്. ഇന്ന് സഭയെ തകർക്കുവാൻ, കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ പിശാച് പലവിധത്തിലുള്ള കെണികളും ചതികളും ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലുകൾ കുടുക്കിൽപ്പെടാതെ, നമ്മുടെ കുടുംബങ്ങൾ അവൻ്റെ കെണിയിൽ അകപ്പെടാതെ, യുഗാന്ത്യ സഭയിൽ പിശാചിന്റെ പക ഉയരാതെ സഭ സംരക്ഷിക്കപ്പെടുവാൻ ആലോചന എന്ന ദാനം കൂടിയേ തീരൂ. ഹല്ലേലൂയ. യുഗാന്ത്യ സഭ പ്രകാശിതയാകേണ്ടത് ദൈവത്തിന്റെ സപ്താത്മാക്കളിലൂടെയാണ്, ആത്മാവിന്റെ സപ്തദാനങ്ങളിലൂടെയാണ്. സഹോദരങ്ങളെ, മറന്നുപോകരുത്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനോ ഗോപിയുടെ നൽകിയൊരു പ്രവചന സന്ദേശമാണ്.
സഭയ്ക്കകത്ത് സാത്താൻ്റെ പുക ഉയരും. വിശുദ്ധനായ പോൾ 6-ാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഏതോ നിഗൂഢമായി വിള്ളലിലൂടെ സാത്താൻ്റെ പുക ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്താണ് അമ്മ മാതാവ് നൽകിയ പ്രവചന സന്ദേശം? ഇക്കാലത്ത് സഭയുടെ ശത്രു വിജയം നേടിയിരിക്കുന്നു. അവൻ്റെ സൂത്രത്തിലുള്ള വഞ്ചനാപരമായ പ്രവൃത്തികളാൽ സഭയുടെ ഉള്ളിലേക്ക് ഏറെ അന്ധകാരം കടത്തിവിടുന്നതിൽ അവൻ വിജയം കൈവരിച്ചിരിക്കുന്നു. പിശാചിന്റെ പുകയേറ്റ് സഭ ഇന്ന് കറുത്തിരുണ്ടുപോയി. എത്ര കൃത്യമായിട്ട് അമ്മ പറയുന്നത്! പിശാച് ആദ്യമായി തൻ്റെ മക്കളിൽ അനേകരുടെ ചിന്താശക്തിയിലും വിചിന്തനങ്ങളിലും മങ്ങലേൽപ്പിച്ചു. മിഥ്യാസ്തുതികളിലൂടെയും അഹങ്കാരത്തിലൂടെയും അവൻ വഴിതെറ്റിച്ചു. അങ്ങനെ തിരുസഭയെ ഇരുണ്ടതാക്കി മാറ്റി. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, മഹത്വപൂർണയായ കർത്താവിൻ്റെ സഭയെ പിശാച് തൻ്റെ പുക കൊണ്ട് ഇരുളിപ്പിക്കുകയാണ്, ഇരുണ്ടതാക്കി മാറ്റുന്നു. എന്നാൽ യുഗാന്ത്യ സഭ പൂർവാധികം മഹത്വമുള്ളവളായി പ്രശോഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഈറ്റുനോവുകളാണ് ഇന്ന് സഭ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, പിശാചിൻ്റെ പുകയേറ്റ് നമ്മുടെ ജീവിതങ്ങൾ ഇരുണ്ടു പോകാതെ ദൈവിക സംരക്ഷണത്തിന് ഉറപ്പിൽ ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ആലോചന വേണം. 91-ാം സങ്കീർത്തനം 3 നമ്മൾ കാണുന്നില്ലേ, ശത്രുവിൻ്റെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 വേടന്റെ കെണിയിൽ നിന്ന് നമ്മെ രക്ഷിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ആലോചന എന്ന ദാനം ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവാലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ കർത്താവിനെ ആരാധിക്കണം, പരിശുദ്ധാത്മാവ് പ്രത്യേകം നിയോഗിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെ സമീപിക്കണം, പരിശുദ്ധ വചനത്തെ സ്നേഹിക്കണം, പരിശുദ്ധ അമ്മയോടൊപ്പം നിങ്ങൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. 12-ാം പീസ് മാർപ്പാപ്പ പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. 12-ാം പീസ് മാർപ്പാപ്പ സഭയെ അറിയിക്കുന്ന ശക്തമായൊരു സന്ദേശമാണ്. പ്രത്യേക കൃപാവരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ക്രൈസ്തവ കുടുംബങ്ങൾ യുഗാന്ത്യത്തിൽ സാത്താൻ തുറന്നുവിടുന്ന ചുടുചുഴലിക്കാറ്റിൽ തകർന്നടിയും. നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുക, ലിറ്ററലി സംഭവിച്ചു കൊണ്ടിരിക്കുക. നിലനിൽപ്പിനുള്ള കൃപാവരം ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല വഴിയായിട്ടായിരിക്കും. സഹോദരങ്ങളെ, പിശാച് വയ്ക്കുന്ന കെണികളിൽ നമ്മുടെ കാലുകൾ അകപ്പെടാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, നമ്മുടെ സഭ ആത്മാവിനാൽ പരിരക്ഷിക്കപ്പെടുവാൻ യുഗാന്ത്യ സഭയുടെ സംരക്ഷകയായ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ 12-ാം പീസ് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. എത്ര ബ്ലെസ്സിംഗ് ആണ് സഹോദരങ്ങളെ! ആത്മാവിൻ്റെ ആലോചനകൾ നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ ദൈവീക സംരക്ഷണത്തിൻ്റെ ഉറപ്പ് കിട്ടുകയാണ്. ആർക്കും നമ്മളെ തകർക്കാൻ പറ്റുകയില്ല, നശിപ്പിക്കാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളുടെ ആ മറവിലാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് നമ്മളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്, ഒരു പരിച പോലെ പൊതിഞ്ഞ് നിൽക്കുന്നു. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആത്മീയ വളർച്ചയാണ്, സ്പിരിച്വൽ പ്രോഗ്രസ്. ആത്മാവിൻ്റെ ആലോചന നമുക്ക് തരുന്നത് ആത്മീയ വളർച്ചയാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആലോചന എന്ന ദാനം കൂടിയേ തീരൂ. പ്രത്യേകിച്ച് യുഗാന്ത്യ നാളുകളിൽ, ഈ അവസാന നാളുകളിൽ ആത്മാവിൻ്റെ ആലോചനയിൽ നമ്മൾ നിറയണം. ആത്മീയമായ അല്ലെങ്കിൽ നമ്മൾ ശുഷ്കമാവും, നമ്മുടെ ആത്മാവ് വരണ്ടു പോകും. നമുക്ക് ഈ ആലോചന കിട്ടാതെ ഒത്തിരി നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ആത്മീയത വിരസതയായിട്ട് മാറും. കർത്താവിനെ കേൾക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ ലിസൺ ചെയ്യാൻ പറ്റുന്നില്ല, ആത്മാവ് പറയുന്ന ആലോചന ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചേ നിങ്ങൾ ഉറക്കക്ഷീണൊക്കെ മാറ്റി ഉണർവോടെ ഇരുന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആലോചന ആത്മീയ വളർച്ച നമുക്ക് തരികയാണ്. ആദിമ സഭ ആലോചനയുടെ ആത്മാവിൽ സമ്പന്നമായിരുന്നു. അതുകൊണ്ട് അതിവേഗ സഭ വളരുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:47 പറയുന്നു, അനുദിനം കർത്താവ് രക്ഷ പ്രാപിക്കുന്നവരെ അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. സഭ വളരുകയാണ്.
അപ്പോസ്തല പ്രവർത്തനം 5:14 വന്ന് കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 9:31 വന്ന് പരിശുദ്ധ വചനം പറയുന്നു, അങ്ങനെ യൂദയ, ഗലീലി, സമരി എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ചു. ദൈവഭയത്തിലും പരിശുദ്ധാത്മ നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. ആത്മീയ വളർച്ചയുണ്ടാവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മീയ വളർച്ച, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭയിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആലോചന എന്ന ദാനം പ്രവർത്തിക്കണം. ആലോചനയുടെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കണം. സഹോദരങ്ങളെ, ഇത് ആവശ്യമാണ്. അവസാനമായി നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനമാണ്. ആലോചനയുടെ ആത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തി സമാധാനത്തിന് തികവിൽ ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കും. കാരണം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തിൻ്റെ മനസ്സെന്താന്ന് ആ ആത്മാവിന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ശാന്തത, സമാധാനം, സ്വസ്ഥത ലഭിക്കുകയാണ്. പൗലോസ് സഭയെ അറിയിക്കുന്നുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? അപ്പോൾ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ സമാധാനം ആലോചന എന്ന ദാനത്തിൽ ആത്മാവ് തരികയാണ്. നമുക്ക് സമാധാനമില്ലേ? അതിന് കാരണം ദൈവത്തിൻ്റെ തിരിഹിതം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം ആലോചനയുടെ ആത്മാവിൽ പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം അവിടെ 14-ാമത്തെ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്ക് എന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി. ആത്മാവ് അവർക്ക് സ്വസ്ഥത കൊടുക്കുകയാണ്, സമാധാനം കൊടുക്കുകയാണ്, വിശ്രമം കൊടുക്കുകയാണ്. ആലോചനയുടെ ആത്മാവിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനം നമ്മെ ഭരിക്കുവാനും നമ്മെ നിയന്ത്രിക്കുവാനും തുടങ്ങും. സഹോദരങ്ങളെ, എത്ര ശ്രേഷ്ഠമായ ദാനമാണ് ആലോചന. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ്. യുഗാന്ത്യ സഭയിൽ എന്തുമാത്രം ശക്തിയോടെ ഈ ദാനങ്ങൾ വെളിപ്പെടണം. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി എന്ത് വില കൊടുത്തും എന്തും ത്യജിച്ചും ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ യുഗാന്ത്യ സഭ ഉണരുവാൻ, നമ്മുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ നവീകരിക്കപ്പെടുവാൻ പരിശുദ്ധമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി സ്വർഗം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്നു, ഷെക്കേന ടീം ഷെക്കേന നടത്തുന്ന വിയാനി മിഷനെ കുറിച്ച്. യുഗാന്ത്യ സഭയിൽ പിശാചിന്ന് ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആത്മാക്കളെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുവാനും അവരുടെ ആത്മാക്കൾക്ക് നാശം വരുത്തുവാനും ഇന്ന് വളരെ ശക്തമായി പിശാച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ, കർത്താവിൻ്റെ പുരോഹിതരെ നമ്മൾ പ്രാർത്ഥിച്ചും പരിഹാരം ചെയ്തും നമ്മുടെ ത്യാഗപ്രവർത്തികൾ കൊണ്ട് നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റി നമ്മൾ അവരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തണം. അവരുടെ പൗരോഹിത്യത്തെ നമ്മൾ ബലപ്പെടുത്തണം. സഹോദരങ്ങളെ, ഇത് ആത്മാവിൻ്റെ ആലോചനയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. പലരും എന്നോട് പറഞ്ഞു, വിയാനി മിഷനിൽ ജോയിൻ ചെയ്ത് കർത്താവിൻ്റെ വന്യവൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ കോൺടാക്റ്റ് നമ്പർ എന്താണ്? അതാ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇന്ന് നമ്മുടെ വൈദികരെ ശത്രുവിൻ്റെ കെടിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം, സംരക്ഷിക്കപ്പെടണം, സമർപ്പിതരെ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ വിയാനി മിഷനിൽ നിങ്ങൾ പങ്കാളികളാകണം. 10,000-ങ്ങളാണ് വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മുടെ സഹനവും പ്രാർത്ഥനയും പരിഹാരങ്ങളും നമ്മുടെ പുരോഹിതരെ ബലപ്പെടുത്തുന്നതാകട്ടെ. വിയാനി മിഷൻ ആ കോണ്ടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് അയക്കണം. അത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ വോയിസ് ഇടണം.
വിയാനി മിഷനിൽ പങ്കാളികളായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണ്. അങ്ങനെ താല്പര്യപ്പെടുന്ന അനേകരുണ്ട്. അനേകരുണരണം. നമ്മൾ ഈ മിഷനിലേക്ക് ആകർഷിക്കപ്പെട്ട് നമുക്ക് സഭയെ ശക്തിപ്പെടുത്താം. യുഗാന്ത്യ സഭയെ ബലപ്പെടുത്തുവാൻ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. രണ്ടാമത്തൊരു കാര്യം എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്, നിങ്ങൾ എത്ര പേര് വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചിലരെങ്കിലും ഉപേക്ഷ കാണിക്കുന്നുണ്ട്. വെറുതെ ഈ മെസ്സേജ് മാത്രം കേട്ട് പോയാൽ പോരാ. ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈശോ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്ക് ഈ ശുശ്രൂഷ കടന്നു ചെല്ലണം. അങ്ങനെ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ അവർ അലങ്കൃതരാകണം. അപ്പോൾ നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം, അനേകരോട് പറയണം. ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഈശോയുടെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ സഹായത്തിൻ്റെ കരങ്ങൾ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് നീട്ടിത്തരണം. ഒരു കാര്യം മനസ്സിലാക്കുക സഹോദരങ്ങളെ, ഒരു പരസ്യവുമില്ലാതെ മറ്റ് യാതൊരു വരുമാന മാർഗങ്ങളുമില്ലാതെ നമുക്ക് ഫോറിൻ ഫണ്ടുകളൊന്നും തന്നെയില്ല. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ, പാവപ്പെട്ട അമ്മച്ചിമാർ, അവരിലൂടെ ചില അപ്പച്ചന്മാർ. ഞാൻ അടുത്തൊരു ദിവസം ഒരു വീട്ടിൽ പോയി, കാലിങ്ങനെ വളഞ്ഞ് പിരിഞ്ഞ് ഒരു മാറാ രോഗമാണ്. കണ്ടു കഴിഞ്ഞ് നമ്മുടെ ചങ്ക് പൊട്ടും, അതുപോലത്തെ ഒരു അവസ്ഥ. പക്ഷെ അതേക്ക് സെക്കൻഡ് ന്യൂസ് നിരന്തരം കാണുന്ന ഒരു അപ്പച്ചനാണ്. സഹോദരങ്ങളെ, തനിക്ക് കിട്ടിയ പെൻഷൻ പൈസ എടുത്ത് വെച്ച് ആ മനുഷ്യൻ 50,000 രൂപ തരികയാണ്. 50 ലക്ഷത്തേക്കാൾ മൂല്യമുണ്ട് അതിന്. അങ്ങനെ ത്യാഗത്തിൻ്റെ ഇതുപോലെയുള്ള സമ്പത്തിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷയെ ദിനംതോറും ആത്മാവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ സഹായിക്കണം. നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടണം. അതുപോലെ പുതിയ നമുക്ക് ക്യാമറ, 2 എഡിറ്റിംഗ് മെഷീൻ നമുക്ക് ആവശ്യമാണ്. ഓരോ എഡിറ്റിംഗ് മെഷീന് നമുക്ക് ഏകദേശം 3.5 ലക്ഷം രൂപ വരും. സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങനെയുള്ള 100 ആവശ്യങ്ങൾ, ഓരോ ആവശ്യം എണ്ണി പറയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, സഹായിക്കണം, കരങ്ങൾ നീട്ടിത്തരണം. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പറുകളെല്ലാം ഉണ്ട്. സഹോദരങ്ങൾ, കഴിയുന്നത് പോലെ നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ചും ഈ ശുശ്രൂഷകളെ ബലപ്പെടുത്തുക. പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ കൂടുതൽ അലങ്കൃതരാകുവാൻ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയെ, സമൂഹത്തെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് ഭയഭക്തി ആദരവോടെ ദൈവസന്നിധിയിലായിരിക്കാം. അൽത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ രാജാവായി കടന്നു വന്നിരിക്കുന്ന ഈശോയെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കുന്നു. ഈശോയെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയുന്ന സമയം, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന സമയം, നമ്മുടെ സഭയെ നവീകരിക്കുന്ന സമയം. കർത്താവേ, ദൈവാലോചനയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ആലോചനയുടെ ചൈതന്യം നൽകണമേ. അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ഒന്നിച്ചു പാടുന്നു. ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ഒരിക്കൽ കൂടെ ആരാധന. ചൊരിയണമേ, അഭിഷേകം നൽകണമേ. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആലോചന ആത്മാവിനാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. ഞങ്ങളെ മുദ്ര ചെയ്യണമേ. വഴിതെറ്റി പോകാതെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന സമാധാനത്തിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയുവാൻ ആലോചനയുടെ ചൈതന്യം നൽകണമേ. ഈശോ, സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരവോടെ സാഷ്ടാംഗം പ്രണമിച്ച് സാധിക്കുന്ന എല്ലാവരും ശിരസ് നിലം പറ്റേ
മുട്ടിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കേ നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന ദൈവമായ കർത്താവിന്റെ തിരുസന്നിധിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ആലോചനയുടെ ആത്മാവിന്റെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ സമൂഹത്തിലും യുഗാന്ത്യ സഭയെയും ആലോചനയുടെ ആത്മാവ് നയിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിശിഷ്ടദാനമാണ് ആലോചനയുടെ ആത്മാവ്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ തുറന്നു പിടിക്കാം. കർത്താവേ, ഞങ്ങൾ ആത്മാക്കളെ നശിപ്പിക്കുവാൻ പിശാച് കെണികൾ ഒരുക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ, ഞങ്ങൾ കുടുംബങ്ങളെ തകർക്കുവാൻ, ഞങ്ങൾ സമൂഹത്തെ ശിഥിലീകരിക്കുവാൻ, ഞങ്ങളുടെ സഭയെ നശിപ്പിക്കുവാൻ സാത്താൻ വളരെ തന്ത്രപൂർവം പ്രവർത്തിക്കുന്ന, അവൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മാവിന്റെ ആലോചനകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, കുടുംബങ്ങളെ നവീകരിക്കുവാൻ, ഞങ്ങളുടെ സഭയെ ശക്തീകരിക്കുവാൻ കർത്താവേ ആലോചന എന്ന ദാനം നൽകണമേ. ആത്മാവേ, അവിടുത്തെ ആലോചന എന്ന ദാനം നൽകണമേ. സഭയെ എംപവർ ചെയ്യണമേ. കുടുംബങ്ങളെ നവീകരിക്കണമേ. ദുഷ്ടന്റെ എല്ലാ കെണികളും പൊട്ടട്ടെ. സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ. പൈശാചിക പ്രഭുത്വങ്ങൾ നിർവീര്യമാകട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറി പോകട്ടെ. ആലോചനയുടെ ആത്മാവിനാൽ ഞങ്ങളെല്ലാം ഉണർത്തപ്പെടട്ടെ. ഇരുകരങ്ങളും ഉയർത്തി വിളിക്കുന്നു, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ വിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ആലോചന എന്ന ദാനം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആലോചന എന്ന ദാനത്താൽ സഭയെ ശക്തീകരിക്കണമേ. യുഗാന്ത്യ സഭയെ നയിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു. കൃപാദാനങ്ങൾ വർഷിക്കണമേ. കൃപാദാനങ്ങൾ ചൊരിയണമേ. റൂഹായേ, ആമേൻ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സപ്തദാനങ്ങൾ, കൃപാദാനങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഒന്നിച്ചൊന്നിച്ച് ലോകത്തിന്റെ വിജയം നേടാൻ പൈശാചിക ആധിപത്യങ്ങള്, നാരകീയ ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് ആലോചനയുടെ ആത്മാവിനാൽ തകർക്കപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ സമാധാനമുളവാകുവാൻ ആലോചന എന്ന ദാനം നൽകണമേ. ആലോചന എന്ന ദാനത്താൽ ഞങ്ങളെ നവീകരിക്കണമേ. ഒരിക്കൽ കൂടെ കരമുയർത്തി പരിശുദ്ധാത്മാവേ, 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 ഇതനേകം ആത്മാവിലുള്ള കെട്ടുകൾ അഴിയുന്നു, മുഖങ്ങൾ പൊട്ടുന്നു, അന്ധകാര ബന്ധനങ്ങൾ നിർവീര്യമാകുന്നു. സ്തുതിക്കുന്നു. കൃപ. ആമേൻ. ഈശോ. എന്റെ സഹോദരി സഹോദരങ്ങളെ, യുഗാന്ത്യ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആത്മാവിന്റെ ദാനമാണ് ആലോചനയുടെ ആത്മാവ്. ഇന്നേ ദിനം ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിക്കുകയായിരുന്നു. ആത്മാവിന്റെ ആലോചനകൾ എപ്രകാരമാണ് നമ്മിലേക്ക് വെളിപ്പെടുന്നത്. ആലോചനയുടെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന
നന്മകള്, പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അവസാന ശ്വാസം വരെ കർത്താവിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ് അവിടുത്തോട് സമർപ്പണമുള്ള ആത്മാക്കളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ ആലോചനയുടെ ആത്മാവ് കൂടിയേ തീരും. നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു കുടുംബമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി സ്വർഗത്തോടും തിരുസഭയോടും ചേർന്ന് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കെൽപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുക. ആരും അടിക്കരുത്, കോർത്തു പിടിക്കുക. ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിന്ന് കോർത്തു പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ആത്മാവിന്റെ ശബ്ദദാനങ്ങൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി ആലോചന ആത്മാവിനാൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ആത്മാവേ, ജ്ഞാനം, ബുദ്ധി, ആലോചന നൽകണമേ. ആലോചനയുടെ ചൈതന്യം നൽകണമേ. ആലോചനയുടെ അഭിഷേകം നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓരാത്മാവിലേക്കും ആലോചന ആത്മാവ് കടന്നു ചെല്ലട്ടെ. കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ, സഭയെ സന്ദർശിക്കട്ടെ. കർത്താവേ, ആലോചന എന്ന ദാനത്താൽ മുദ്ര ചെയ്യണമേ. Anoint, Lord. Anoint, Lord. ശക്തി, വിവേകം, ഭക്തി ആത്മാവേ നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടട്ടെ. അറിവ്, നീതി, ശാശ്വത ശാന്തി ആത്മാവേ പകരുക. പോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഒരു നിമിഷം വലതുകരം ഉയർത്തി നിങ്ങൾ ടീം ഷക്കേനയ്ക്ക് വേണ്ടി
ഷെക്കനോസ് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിൻ്റെ ആവശ്യങ്ങളെയും പരിശുദ്ധാത്മാവി ശുശ്രൂഷയെ കരം പിടിച്ച് ദിനംതോറും നയിക്കുവാൻ കാലഘട്ടത്തിന് ആവശ്യമായ ആത്മീയ ശുശ്രൂഷകൾ ഈ മാധ്യമത്തിലൂടെ കർത്താവിൻ്റെ ജനത്തിന് നൽകപ്പെടുവാൻ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. സഹായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേകർ ആത്മാവ് ഉണർത്തുവാനായി നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷയോർത്ത് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മാധ്യമ ശുശ്രൂഷ അവിടുന്ന് ആശീർവദിക്കണമേ. ടിംഷക്കേനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദിനം പ്രതി അവിടുന്ന് കരം പിടിച്ച് നയിക്കണമേ. ഈ ശുശ്രൂഷകളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നിയോഗങ്ങൾ ആശീർവദിക്കണമേ. ബ്ലെസ് ലോർഡ്, അനോയിന്റ് ലോർഡ്. ഈശോയെ നന്ദി. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. കർത്താവേ നന്ദി. നമ്മളെ കരം പിടിച്ച് നയിച്ച ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹിച്ച ആത്മാവിന് നന്ദി പറഞ്ഞ് നമുക്ക് അവിടത്തെ ആരാധിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരേ. ആലോചനയുടെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങി ആരാധിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്ത കർത്താവേ, ആത്മാവിന്റെ ശബ്ദദാനങ്ങളാൽ ഞങ്ങൾ ഉണർത്തിയ കർത്താവേ, നന്ദി, നന്ദി, നന്ദി. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളത്തെ ശുശ്രൂഷകൾക്കായി കൂടുതൽ പ്രാർത്ഥിച്ച് തീഷ്ണതയോടെ നമുക്ക് ഒരുങ്ങി വരാം. നാളെ നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ തിരുമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനും ആലോചനയുടെ ആത്മാവിൽ നിരന്തരം ജീവിക്കുവാനും പരിശുദ്ധാത്മാവേ ഞങ്ങൾ സഹായിക്കണമേ. അവസാന ശ്വാസം വരെ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ അവിടുത്തെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ ആലോചനയുടെ ആത്മാവ് ആവശ്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഈ നാളുകളിൽ ദുരിതത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും വിമോചനത്തിനായി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. മൂന്നാമത്, പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുക. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ നമുക്ക് വിശ്രമിക്കാനായിട്ട് പോകാം. ഹോളി നൈറ്റ്.